മാതാ അമൃതാനന്ദമയി ദേവിയുടെ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുക എന്ന ലക്ഷ്യവുമായി മാതാ അമൃതാനന്ദമയി മഠം വൈസ് ചെയർമാൻ സ്വാമി അമൃത സ്വരൂപാനന്ദപുരി നടത്തിയ അമേരിക്കൻ സന്ദർശനം പൂർത്തിയായി. ഓഗസ്റ്റ് 12 മുതൽ സെപ്റ്റംബർ 1 വരെ നോർത്ത് കരോലിന മുതൽ കാലിഫോർണിയ വരെയുള്ള 10 സംസ്ഥാനങ്ങളിലാണ് സ്വാമിജി സന്ദർശിച്ചത്. മാതാ അമൃതാനന്ദമയി ദേവിയുടെ സ്നേഹം, സഹാനുഭൂതി, ഐക്യം എന്നീ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുക എന്ന ലക്ഷ്യവുമായാണ് മാതാ അമൃതാനന്ദമയി മഠം വൈസ് ചെയർമാനും അമ്മയുടെ മുതിർന്ന സന്യാസ ശിഷ്യനുമായ സ്വാമി അമൃത സ്വരൂപാനന്ദപുരി അമേരിക്കൻ ഐക്യനാടുകളിൽ സന്ദർശനം നടത്തിയത്. ഓഗസ്റ്റ് 12 മുതൽ സെപ്റ്റംബർ 1 വരെ ഷാർലറ്റ്, ഓർലാൻഡോ, വാഷിംഗ്ടൺ, ന്യൂജേഴ്സി, ഔസ്റ്റിൻ, മിനിയോപോളിസ്, ഷിക്കാഗോ, ഡെൻവർ, സാൻ റമോൺ, ലോസ് ഏഞ്ചലസ് എന്നീ 10 സ്ഥലങ്ങളിലായിരുന്നു സ്വാമിജി പരിപാടികളിൽ പങ്കെടുത്തത്. എല്ലായിടത്തും വലിയ സ്വീകരണമായിരുന്നു സ്വാമിക്ക് ലഭിച്ചത്. ദുരിതം അനുഭവിക്കുന്നവരെ സഹായിക്കാനുള്ള മാനുഷിക പ്രവർത്തനങ്ങൾക്കൊപ്പം ആധ്യാത്മിക തത്വങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടതിന്റെ ആവശ്യകതയിൽ ഊന്നിയായിരുന്നു ഇവിടങ്ങളിലെല്ലാം സ്വാമിജിയുടെ പ്രഭാഷണങ്ങൾ. ഈ സംസ്കാരം എന്ന് പറയുന്നതിന് ഒരു പ്രത്യേക അന്തരീക്ഷം വേണം. അത് ഉണരാൻ, വികസിക്കാൻ, മറ്റുള്ളവരേക്ക് പകരാൻ. ആ അന്തരീക്ഷം എവിടെയാണ് ഉണ്ടാക്കുക? ഒരൊറ്റ സ്ഥലത്തെ ആ അന്തരീക്ഷം സൃഷ്ടിക്കാൻ. എവിടെയാണ് വീടാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ നന്മയുടെയും തിന്മയുടെയും വളർച്ചയ്ക്ക് പറ്റിയ അന്തരീക്ഷം. പക്ഷേ അതിനോടൊപ്പം ഒരു വലിയ ഉത്തരവാദിത്വം കൂടിയുണ്ട് അച്ഛനമ്മമാർക്ക്. അച്ഛനമ്മമാരും ഒന്ന് മനസ്സിലാക്കേണ്ടത് കുട്ടികൾക്ക് വേണ്ടി നമ്മളെല്ലാം ചെയ്തു കൊടുക്കണം. പക്ഷേ അതേസമയം കുട്ടികൾക്ക് നമ്മൾ ഈ സംസ്കാരം പറഞ്ഞു കൊടുക്കണം, നമ്മൾ അനുഷ്ഠിച്ച് കാണിച്ചു കൊടുക്കണം. സന്ധ്യാസമയങ്ങളിൽ വീടുകളിൽ വിളക്ക് കത്തിച്ച് വെച്ച് എവിടെയെങ്കിലും ഒരു കൂണിലിരുന്ന് നാമം ജപിച്ച് കാണിക്കണം. അമ്മയുടെ വടക്കേ അമേരിക്കയിലെ ആശ്രമങ്ങൾക്ക് നേതൃത്വം നൽകുന്ന സ്വാമി ദയാമൃതാനന്ദപുരിയും ബ്രഹ്മചാരി രാമാനന്ദമൃത ചൈതന്യയും സ്വാമിജിയെ അനുഗമിച്ചു. ന്യൂസ് ഡെസ്ക്, ജനം.